വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഈ അടുത്ത് നടന്ന എക്സാമുകളിൽ PSC ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ SCRT ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷകളിൽ PSC ആവർത്തിച്ച ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മെ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് SCRT പാഠഭാഗങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവ ഏതെല്ലാമാണ്? 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? INS നീലഗിരി, INS സൂററ്റ്, INS വാക്ഷിയർ. ഈ 3 യുദ്ധക്കപ്പലുകളാണ് എന്ന് 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കമ്മീഷൻ ചെയ്യപ്പെട്ടതാണ്. ഏതൊക്കെയാണ്? INS നീലഗിരി, INS സൂററ്റ്, INS വാക്ഷിയർ. INS നീലഗിരി, INS സൂററ്റ്, INS വാക്ഷിയർ. യുദ്ധത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ദൈവമായ മെസൊപ്പൊട്ടേമിയൻ ജനത ആരാധിച്ചിരുന്നത് ആരെയായിരുന്നു? ഇനന്നാട്ടോ. ഇനന്നെയാണ് യുദ്ധത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ദൈവമായിട്ട് മെസൊപ്പൊട്ടേമിയൻ ജനത ആരാധിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 ജനുവരി 29 ISRO NVS 02 എന്ന ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഈ ഉപഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? അപ്പോൾ നമുക്ക് ഇതിൽ ശരിയായിട്ടുള്ളത് മാത്രം പഠിച്ചു പോകാം. 2025 ജനുവരി 29 ISRO NVS 02 എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം എവിടെ നിന്ന് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു? ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉപഗ്രഹത്തെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകളാണ് നോക്കുന്നത്. എന്താണ് ഇതെന്ന് പറയുന്നത്? ISROയുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യമാണ്. അപ്പോൾ 100ാമത്തെ ദൗത്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ISRO NVS 02 എന്ന് പറയുന്ന ഉപഗ്രഹമാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യമാണ്. എന്നാണ് വിക്ഷേപിച്ചത്? 2025 ജനുവരി 29. ഇനി ഭൗമ വ്യോമ സമുദ്ര നാവിഗേഷൻ, മൊബൈൽ ഉപകരണങ്ങളിലെ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ എന്നിവ ഉപഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? എന്താണ്? ISRO NVS 02 കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉപകാരം അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? ഭൗമ വ്യോമ സമുദ്ര നാവിഗേഷൻ, മൊബൈൽ ഉപകരണങ്ങളിലെ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ എന്നിവ ഉപഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ആണ്. ഏതൊക്കെയാണ്? ഭൗമ വ്യോമ സമുദ്ര നാവിഗേഷൻ, മൊബൈൽ ഉപകരണങ്ങളിലെ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ എന്നിവയ്ക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഇത് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യമാണ്. അതുപോലെ തന്നെ എന്നാണ് വിക്ഷേപിച്ചത്? 2025 ജനുവരി 29 ISRO NVS 02 എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ എന്നിവർക്ക് ലഭിച്ചു. അത് എന്ത് കണ്ടുപിടുത്തത്തിനായിരുന്നു? 2024 ഫിസിക്സിലാണ് ചോദിച്ചിരിക്കുന്നത്. 2024 ഫിസിക്സിലെ നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ജോൺ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡനും എന്തുമായിട്ട് ബന്ധപ്പെട്ടതിനാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് നോബൽ സമ്മാനം? നിർമ്മിത ന്യൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിങ്ങിനാണ് 2024 ഭൗതിക ശാസ്ത്രത്തിന് ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡനും ലഭിച്ചിട്ടുണ്ടായിരുന്നത് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. WWFൻ്റെ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ലോകവ്യാപകമായി വന്യജീവികളുടെ ജനസംഖ്യ എത്ര ശതമാനം വരെ കുറഞ്ഞിട്ടുണ്ട്? ഏത് റിപ്പോർട്ടാണ്? WWFൻ്റെ അല്ലേ. WWFൻ്റെ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ലോകവ്യാപകമായി വന്യജീവികളുടെ ജനസംഖ്യ എത്ര ശതമാനം വരെ കുറഞ്ഞിട്ടുണ്ട്? 73% വരെയാണ് WWFൻ്റെ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് അനുസരിച്ച് വന്യജീവികളുടെ ജനസംഖ്യ കുറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവൻ ആരാണ്? ഇന്ത്യയുടെ 76ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ആരാണ് മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്ത രാഷ്ട്രത്തലവനാണ് ചോദിച്ചിരിക്കുന്നത്? ആരാണ്? പ്രഭാവോ സുബിയാന്തോ. ഇന്തോനേഷ്യക്കാരനാണ് പ്രഭാവോ സുബിയാന്തിയാണ് 76ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്ന രാഷ്ട്രത്തലവൻ പ്രഭാവോ സുബിയാന്തോ, ഇന്തോനേഷ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഇന്ത്യയുടെ RBIയിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് അല്ലേ. സഞ്ജയ് മൽഹോത്രയാണ് ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ. ഇനി ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗയാണ് ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗ.
പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായിട്ട് ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായിട്ട് ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണല്ലേ. തണ്ണീർത്തട അതോറിറ്റി ചെയർമാൻ ആരാണ്? എപ്പോഴും ആയിരിക്കുക? പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിലെ വെങ്കല മെഡൽ നേടിയ മലയാളി ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിലെ വെങ്കല മെഡൽ നേടിയ മലയാളിയാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? PR ശ്രീജേഷ്. PR ശ്രീജേഷിനാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ ലഭിച്ച മലയാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിൽ തൊഴിൽ നൽകുവാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിനുണ്ട്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാമീണനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിലാണ് തൊഴിൽ നൽകുവാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിനുള്ളത് അല്ലേ? എത്ര ദിവസത്തിനുള്ളിലാണ്? 15 ദിവസത്തിനുള്ളിൽ അത് അവർക്ക് എന്ത് നൽകണം? ഈ തൊഴിലിന് വേണ്ടി തൊഴിൽ നൽകുവാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിനുണ്ട്. ഏത് പ്രകാരമാണ്? മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയായിരുന്നു? പൃഥ്വിരാജ് കേട്ടോ. പൃഥ്വിരാജിനെയാണ് 2024 പ്രഖ്യാപിച്ച 54ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവനന്തപുരം സെൻട്രൽ. തിരുവനന്തപുരം സെൻട്രലിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൽ 3ാം സ്ഥാനത്ത് വന്ന രാജ്യം ഏതാണ്? 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ഓഫ് ഹോക്കി ടൂർണമെൻറ്റിൽ 3ാം സ്ഥാനത്ത് വന്ന രാജ്യം ഏതാണ്? 3ാം സ്ഥാനത്ത് വന്ന രാജ്യം ജപ്പാനാണ്. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൽ 3ാം സ്ഥാനത്ത് വന്നത് ജപ്പാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകൃതമായ ആദ്യത്തെ പത്രം ഏതാണ്? കേരള ചന്ദ്രികയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന കായിക ദിനം എന്നാണ് ഒക്ടോബർ 13-നാണ് സംസ്ഥാന കായിക ദിനം. ഒക്ടോബർ 13. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേരെന്താണ്? കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള ഒരു കേന്ദ്രീകൃത പോർട്ടലാണ് എന്ന് പറയുന്നത് ഈ സേവനമാണ് ഓൺലൈനായിട്ടുള്ള പോർട്ടൽ. ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേരാണ് ഈ സേവനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലെ നിലവിലെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? ഡോക്ടർ വി നാരായണനാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിലവിലെ അധ്യക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ട ടീം ഏത് രാജ്യത്തിൻ്റേതാണ്? 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ട ടീം ഏത് രാജ്യത്തിൻ്റേതായിരുന്നു? ഫ്രാൻസിലായിരുന്നു 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ട ടീം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഫ്രാൻസ് ആണ്. തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ച വർഷം ഏതായിരുന്നു? തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ച വർഷം 1958-നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെയാണ്? 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് ആരെയാണ് പരാജയപ്പെടുത്തിയത്? ആരെയായിരുന്നു? ഡിങ് ലിറനെയാണ് 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് നഗരത്തിൽ നടന്ന ഈ ഗവേണൻസ് സംബന്ധിച്ച് 27ാമത്തെ ദേശീയ സമ്മേളനത്തിലാണ് 2024 ഈ ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത്? ഏത് നഗരത്തിൽ നടന്ന ഈ ഗവേണൻസ് സംബന്ധിച്ച് 27ാമത്തെ ദേശീയ സമ്മേളനത്തിലാണ് 2024 ഈ ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത്? ഏതാണ്? മുംബൈ മുംബൈ നഗരത്തിൽ നടന്ന ഈ ഗവേണൻസ് സംബന്ധിച്ച ദേശീയ സമ്മേളനത്തിലാണ് 2024 ഈ ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരവുമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ എന്ന് പറയുന്നത് ഏത് ഏഷ്യൻ രാജ്യത്തെയായിരുന്നു? ഏതായിരുന്നു? ജപ്പാനിലായിരുന്നു അല്ലേ? ജപ്പാനിലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഏത് സമയത്താണ്? COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് ഏതാണ്? പദ്ധതിയുടെ പേരെന്തായിരുന്നു? ആത്മനിർഭർ ഭാരത് രോജ്ഗർ യോജന. ആത്മനിർഭർ ഭാരത് രോജ്ഗർ യോജന ABR. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരായിരുന്നു? 2023 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്? വിംബിൾഡണിൽ വിജയം നേടിയത് ആരായിരുന്നു? കാർലോസ് അൽക്കാരസ്. കാർലോസ് അൽക്കാരസിനാണ് 2023 വിംബിൾഡണിൽ വിജയം ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാണ്? ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതായിരുന്നു? തന്നിരിക്കുന്നതിൽ ഏതാണ്? അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി. ഓസ്കാർ നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ഓസ്കാർ നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ആരാണ് ഓസ്കാർ നേടിയ ആദ്യത്തെ മലയാളി? തന്നിരിക്കുന്നതിൽ ഏതാണ്? ആർക്കാണ് ലഭിച്ചത്? റസൂൽ പൂക്കുട്ടിക്ക് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? 2024 ഫിഫ ലോകകപ്പിൻ്റെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ലയണൽ സ്കലോനി. ലയണൽ സ്കലോനിയാണ് 2024 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി 2018 ആരംഭിച്ചതാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പേസ് എന്ന പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഈ പേസ് എന്ന് വെച്ചാൽ എന്താണ്? PACE എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്? സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പേസ് എന്ന പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഈ പേസ് എന്ന് വെച്ചാൽ എന്താണ്? പേസ് എന്ന് വെച്ചാൽ എന്താണ്? പ്ലാങ്ക്ടോൺ, എറോസൽ, ക്ലോഡ്, ഓഷ്യൻ, എക്കോസിസ്റ്റം. എന്താണ്? PACE എന്ന് വെച്ചാൽ എന്താണ്? P എന്ന് വെച്ചാൽ എന്താണ്? പ്ലാങ്ക്ടോൺ, എറോസൽ, ക്ലോഡ്, ഓഷ്യൻ, എക്കോസിസ്റ്റം. ഓഷ്യൻ എക്കോസിസ്റ്റം. PACE 2024 ഫെബ്രുവരി 8 വിക്ഷേപിച്ചതാണ്. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെയും അന്തരീക്ഷത്തിലെ സൂക്ഷ്മകണങ്ങളെയും കുറിച്ച് പഠിക്കുവാനായിട്ടാണ് ഇത് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പേസ് എന്ന് വെച്ചാൽ പ്ലാങ്ക്ടോൺ, എറോസൽ, ക്ലോഡ്, ഓഷ്യൻ, എക്കോസിസ്റ്റം എന്നാണ്. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? എത്രയായിരുന്നു? 5.8%. 5.8%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? 2026 ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ്? 2026 ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ്? മിലാനും കോർട്ടിന ഡി അംബോസയും. എന്താണ്? മിലാൻ കോർട്ടിന ഡി അംബോസെ. മിലാൻ കോർട്ടിന ഡി അംബോസയാണ് 2026 ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. COP28 UN കാലാവസ്ഥാ വ്യതിയാനം സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ദുബായിലെ UAEയിലാണ് COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദി ഇന്ത്യൻ എക്കോണമി എ റിവ്യൂ എന്ന് പറയുന്ന തലക്കെട്ടുള്ള റിപ്പോർട്ട് എഴുതിയത് ആരാണ്? 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദി ഇന്ത്യൻ എക്കോണമി എ റിവ്യൂ എന്ന് പറയുന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് ആരാണ്? ആരാണ് എഴുതിയത്? വി അനന്ത നാഗേശ്വരൻ എഴുതിയതാണ് ദി ഇന്ത്യൻ എക്കോണമി റിവ്യൂ എന്ന് പറയുന്ന റിപ്പോർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ശനിയുടെ ഉപഗ്രഹമായ മിമാസിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ശരിയാണ്. ശനിയുടെ ഉപഗ്രഹമാണ് മിമാസ് അല്ലേ? അതിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 3D പ്രിന്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. 3D പ്രിന്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിൽ നടന്ന UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2023 ഡിസംബർ 3-നാണ് അവസാനിച്ചത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിൽ നടന്ന UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം എന്നാണ് അവസാനിച്ചത്? 2023 ഡിസംബർ 3-ന് അവസാനിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ബ്രസീലിനാണ് ലഭിച്ചത് അല്ലേ? ആദ്യമായിട്ട് കിട്ടിയത് ഉറുഗ്വേയായിരുന്നു. എന്നാൽ കൂടുതൽ തവണ ലഭിച്ചത് ബ്രസീലിനാണ് ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുമ്പ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുമ്പ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? റെനിൽ വിക്രംസിൻഹയാണ് ഇപ്പോൾ ഇതിനേക്കാളും തൊട്ട് മുമ്പത്തെ പ്രസിഡന്റ് അല്ലേ? പ്രസിഡന്റ് ആയിരുന്നു ശ്രീലങ്കയിലെ റെനിൽ വിക്രംസിൻഹ. ലോക ഫുട്ബോൾ ദിനം എന്നാണ്? ലോക ഫുട്ബോൾ ദിനം തന്നിരിക്കുന്നതിൽ ഏതാണ് ലോക ഫുട്ബോൾ ദിനം എന്നാണ്? മെയ് 25 അല്ലേ? മെയ് 25-നാണ് ലോക ഫുട്ബോൾ ദിനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? പ്രതിഭ റായ് ആണ് 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്. കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാനാണ് കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. ഇനി ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? വാർഡ് മെമ്പർ ആയിരിക്കും. ഗ്രാമസഭയുടെ കൺവീനർ വാർഡ് മെമ്പർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കിടക്കയിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ ഏതാണ്? കതിരേപ്പാണ് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കിടക്കയിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? തന്നിരിക്കുന്നതിൽ രാജീവ് രഞ്ജൻ സിംഗ് ആണ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക അധ്യാപക ദിനം എന്നാണ്? തന്നിരിക്കുന്നതിൽ ലോക അധ്യാപക ദിനം ഏതാണ്? ഒക്ടോബർ 5-നാണ് അല്ലേ? ഒക്ടോബർ 5-നാണ് ലോക അധ്യാപക ദിനം എന്ന് പറയുന്നതാണ്. ഒക്ടോബർ 5-നാണ് ലോക അധ്യാപക ദിനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഇന്ദ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട്. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം തന്നിരിക്കുന്നതിൽ ഏതാണ്? ബ്രസീലാണ്. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ചത് ആരാണ്? ബ്രസീലാണ്. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനായിരുന്നു? 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനായിരുന്നു? ഏതായിരുന്നു? കോവിഡ്-19 വാക്സിൻ കണ്ടെത്തിയതിനാണ് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ്? ചന്ദ്രയാൻ എത്രാമത്തേലാണ് ഇറങ്ങിയത്? ചന്ദ്രയാൻ 3 ചന്ദ്രയാൻ 3-ലാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് ചാന്ദ്രവാഹനം ഇറങ്ങുന്നത്. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു?
ഹർമൻപ്രീത് സിംഗ്. ഹർമൻപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 70ാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ഏതാണ്? മികച്ച ചിത്രം നേരത്തെ നടൻ ചോദിച്ചു അല്ലേ? കേരള സംസ്ഥാനത്തേത് 70ാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രമാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഏതാണ്? ആട്ടല്ലേ. ആട്ടത്തിനാണ് 2024 70ാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ആട്ടത്തിനായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം.